നമ്മൾ ഇന്ന് അറേബ്യൻ സ്നാക്കായ മുത്തബക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്ക്. പിന്നെ റെസിപ്പി തുടങ്ങുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓപ്ഷനിലാണ്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തിക്ക് പോലെ അത്ര കട്ടിയുള്ളൊരു മാവല്ല, ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കണം. ഇത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഈ മാവിൽ തന്നെ ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ നല്ലതാണ്. നമ്മുടെ ആ ഒരു ഓയിൽ ആ മാവിൽ ഇറങ്ങിയിട്ട് മാവ് നല്ല സോഫ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാവ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ വേവിച്ചിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മിൻസ്ഡ് ബീഫ് ആണെങ്കിൽ അത് പെട്ടെന്ന് കുക്കാവും, നമ്മൾക്ക് പാനിലിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന സമയം കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഉള്ളി ഇടാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേവിച്ചു മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണ്. ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഉള്ളിത്തണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ചെയ്യുന്ന മലബാർ റെസിപ്പിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മോസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചീസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചീസ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 2 മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് പരത്തി ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളിത് തവയിൽ ടോസ്റ്റ് ചെയ്യുന്നത്, ഓയിൽ ഫ്രൈ അല്ല. അതുകൊണ്ട് നമുക്കൊരു പാന് ചൂടാക്കാം. ആ സമയത്ത് നമുക്ക് ഇത് ഷേപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുട്ടെടുക്കാം. എൻ്റെ പാൻ ചൂടാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാവ്. ഈ മാവ് വെച്ചിട്ട് നമുക്ക് 3 മുത്തബക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ള 3 ബോളാക്കിയിട്ട് നമുക്ക് ഈ മാവ് ഡിവൈഡ് ചെയ്യാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവുന്നത് പോലെ നൈസായിട്ട് ഇത് പരത്തിയെടുക്കണം. നമ്മുടെ സീലോൺ പൊറോട്ടക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം. ഇതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ സൈഡൊന്ന് കീറിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല, നടു കീറാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ നടുവിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തവയിലേക്ക് മാറ്റാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം. നന്നായിട്ട് ഫ്ലാറ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കണം കൈ വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഓയിൽ ചൂടാകുന്നതിന് മുന്നായിട്ട് കൈ വെക്കണം, അല്ലെങ്കിൽ കൈക്ക് പണി കിട്ടും. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, പെട്ടെന്ന് കറുത്ത് പോകും. പിന്നെ നമുക്ക് ഉള്ളൊന്നും വെന്ത് കിട്ടൂല, മൈദയല്ലേ. കുറച്ച് സമയം എടുക്കും എന്തായാലും കുക്കാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ ഓയിൽ ചൂടായതിന് ശേഷം കൈ വെച്ചിട്ട് ഫ്ലാറ്റാക്കാൻ നിൽക്കരുത്, പിന്നെ പൊള്ളിയിട്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ 1 കപ്പ് മൈദൻ്റെ അളവിൽ നമുക്ക് 3 മുത്തബക്കോളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിസ്സയൊക്കെ കഴിക്കുന്ന പോലെ ഇത് നല്ല ഹെവി ഫുഡാണ്. ഞാനിപ്പോൾ ഇത് ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ അമ്മൂസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്